ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വൈകാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊരു പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പതഞ്ഞിങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് എത്രത്തോളമാണോ നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും ഒഴിക്കുന്ന സമയത്ത് പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് പാത്രം ഇങ്ങനെ മുകളിലോട്ടേക്ക് ഇങ്ങനെ പതയായിട്ട് വന്നിട്ട് നിലത്തോട്ടേക്കൊന്നും വീഴാതിരിക്കാനാട്ടോ കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ ഐസ്ക്രീം പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പത കുറച്ച് സമയം കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതാണ് നല്ല കട്ടിക്കുള്ള ഒരു ലിക്വിഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ കുറച്ച് കൂടുതൽ നമുക്കിത് ഉണ്ടാവും കേട്ടോ. വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ ആ ഒരു കിച്ചണിൽ സിങ്കിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ലിക്വിഡ് വെച്ചിട്ട് കുറേയേറെ പാത്രങ്ങൾ നമുക്ക് തേച്ച് കഴുകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലേക്കൊന്നും ആക്കുന്നില്ല, നിങ്ങളിങ്ങനെ ആക്കിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറഞ്ഞ ലിക്വിഡ് കൊണ്ടിട്ട് കുറേയേറെ നാൾ നമുക്ക് പാത്രം കഴുകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലിക്വിഡൊക്കെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. കുറേ കാലം നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്രബ്ബറിൽ ഒരു അറ്റത്ത് മാത്രം കുറച്ച് ലിക്വിഡ് ഒന്ന് ആക്കിയതിന് ശേഷം കുറച്ചൊന്ന് സ്റ്റീൽ പാത്രം ഞാനിങ്ങനെ കുപ്പിൻ്റെ ഗ്ലാസും സ്റ്റീൽ പാത്രം ഒന്ന് കഴുകി തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പതയാണ് കേട്ടോ. നമ്മളിത് വെച്ചിട്ട് തേക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് മെയിനായിട്ട് പതയാണല്ലോ വേണ്ടത് അല്ലേ. അലക്കുന്ന സമയത്തും പാത്രം തേക്കുന്ന സമയത്തൊക്കെ പതയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സമയത്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി മാറും കേട്ടോ. സ്റ്റീൽ പാത്രം ആയാലും കുപ്പിപ്പാത്രങ്ങളായാലൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി മാറും. അതുപോലെ തന്നെ പാത്രത്തിലുള്ള ആ ഒരു ചായക്കറയും അതേപോലെ അഴുക്കും മെഴുക്കും എല്ലാം നമുക്ക് പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. പാത്രത്തിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മളിതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ആ ഒരു അഴുക്കും പോവും. അതേപോലെ തന്നെ എന്ത് അണുക്കൾ വരെ കിട്ടാൻ പറ്റും കേട്ടോ അതിൽ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. കുറഞ്ഞ ലിക്വിഡ് വെച്ചിട്ട് ഒരുപാട് കാലം നമുക്ക് പാത്രം തേച്ച് ഉരച്ച് കഴുകാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാൻ മറക്കരുതേ. പാത്രം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളും സിങ്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും എല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയി കിട്ടും. കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമ്മളെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കിച്ചണിലെ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിലെ പണികളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കറി തിളച്ച് തൂവിയതും അതേപോലെ തന്നെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. റംസാനൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഇറച്ചി കറി വെക്കാൻ ചിക്കൻ കറി വെക്കാനൊക്കെ കുക്കർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ കുക്കർ കറി വെക്കുന്നൊക്കെ സമയത്ത് ഈ ഒരു കുക്കറിൻ്റെ വാഷർ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലൂസായി വീണ് പോകും. നമ്മൾ ഈ ഒരു ചൂട് ഗ്യാസിൽ വെക്കുമ്പോൾ ആ ഒരു ചൂട് തട്ടി ഈ ഒരു റബ്ബറിന് ലൂസായി വരും.
അപ്പോൾ നമ്മൾ ഈ ഒരു ലൂസായിട്ടുള്ള റബ്ബർ നമുക്ക് വേഗത്തിൽ ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രീസറിൽ കുറച്ച് സമയം ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നമുക്ക് ഓണാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീസറിൽ ഇതൊന്ന് വെച്ചുകൊടുത്താൽ മതി. നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ കഴുകിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കുക. ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു റബ്ബർ ലൂസായി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ട് കുക്കർ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വിസിൽ വരാൻ പറ്റും ചെയ്യും. നമുക്ക് കൂടുതൽ ഗ്യാസ് ആവില്ല. ഈ ഒരു വാഷർ നല്ല ടൈറ്റായി നിന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ, അതേപോലെ നമ്മൾ കുക്കർ ഉപയോഗിച്ച് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു കറിയൊക്കെ വേഗത്തിൽ തന്നെ തിളച്ച് തൂവിയിട്ട് ഗ്യാസിൻ്റെ അടുപ്പിലോട്ടൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ എന്ത് ഐറ്റം വെക്കുകയാണെങ്കിലും തിളച്ച് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും ഈ ഒരു വെളിച്ചെണ്ണൻ്റെ പാട് ഇതിൽ ഉള്ളത് കൊണ്ടിട്ട് എങ്ങനെ തിളച്ച് വരുന്നതിനായാലും താഴോട്ടേക്ക് തന്നെ പോയിക്കോളും. തിളച്ചിട്ട് നിലത്തോട്ടേക്കൊന്നും വീഴാൻ ചാൻസ് ഇല്ല. ഈ ഒരു വെളിച്ചെണ്ണൻ്റെ അംശം ഈ ഒരു അടപ്പിലുള്ളത് കൊണ്ടിട്ട് തിളച്ച് തൂവി നിലത്തോട്ടേക്കൊന്നും ചിന്തൂല്ല കേട്ടോ, താഴോട്ടേക്ക് തന്നെ പോയിക്കോളും ഈ ഒരു വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കുക്കറിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഈ ഒരു വിസലിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചീറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ കുക്കറൊക്കെ ആകുമ്പോൾ വേഗത്തിൽ തന്നെ വെള്ളം ചീറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു മസാല പൗഡറുകളൊക്കെ പോവും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ കുക്കർ ആകെ ചീത്തായി പോവും. ഇതിൻ്റെ ഈ ഒരു അടപ്പിൻ്റെ മുകളിലൊക്കെ മസാല തെറിച്ചിട്ട് ആകെപ്പാടെ കുക്കറിൻ്റെ മുകളിലെല്ലാം ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു കുക്കർ നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. എന്നിട്ട് നടു ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് വിസിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എങ്ങനെ തിളച്ച് തൂവുന്ന കുക്കറായാലും നമുക്ക് കുക്കറിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ. ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. കുക്കറിൻ്റെ മുകളിൽ പറ്റി പിടിക്കുക, നമുക്ക് കഴുകാൻ പ്രയാസമാവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ വേഗത്തിൽ തന്നെ അത് പോകാൻ പറ്റുന്ന ഒരു പാടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിതാ 2 തീപ്പെട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു തീപ്പെട്ടി നമ്മളിങ്ങനെ പുറത്ത് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് പെട്ടെന്ന് ധൃതിയിൽ നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു തീപ്പെട്ടി വേഗത്തിൽ തന്നെ തണുത്ത് പോവാതെ വേഗത്തിൽ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉരച്ച് കൊടുക്കുന്ന ഭാഗത്ത് ഇതേപോലെ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുക കേട്ടോ. വാസ്ലിനിൽ പെട്രോളിയം ജെല്ലിയൊക്കെ ചേർക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇത് വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്തിട്ട് വേഗത്തിൽ തന്നെ നമ്മൾ ഉരച്ച് നോക്കൂ. വേഗം നമുക്ക് ആ ഒരു കത്തി കിട്ടാനായിട്ട് പറ്റും ഒരു തീപ്പെട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. തീപ്പെട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കത്തിക്കുന്ന സമയത്ത് ആ കത്തി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. നമ്മൾ കുറേയേറെ ഉരച്ച് അതിൻ്റെ മുകളിലുള്ള ആ ഒരു മരുന്നൊക്കെ പോകും നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ വേഗത്തിൽ കത്തി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് ഉണ്ടത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് കുക്കറിൻ്റെ 2 വിസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 1, 2, 3 കുക്കറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു വിസിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇതിങ്ങനെ അഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അടപ്പൊക്കെ അഴിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഴിക്കുന്ന സമയത്ത് കാണാം അതിൽ ഒരുപാട് അഴുക്കുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാ കണ്ടില്ലേ, അഴിച്ച് നോക്കിയപ്പോൾ ഒരുപാട് അഴുക്കുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി അടഞ്ഞു കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ വിസിൽ വരാതെ ബ്ലോക്കായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കട്ടോ. ഈ ഒരു വിസിലെടുത്തിട്ട് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ടേക്ക് ഞാനിതാ കുറച്ച് വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുതിർത്തിടാൻ വെക്കട്ടോ. എന്നിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഉരച്ചെടുത്താൽ മതി. വേഗത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ വിസിൽ വരുന്ന, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ടൂത്ത് പിക്കോ
അതല്ല പിന്നോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ആ ഒരു ഹോളക്കിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ വേഗത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് കിട്ടാനും പറ്റും. അതുമാത്രമല്ല വേഗത്തിൽ തന്നെ വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു വിസിലാണ്. ഈ ഒരു വിസിൽ വരാതെ നമുക്ക് ആ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ വേഗത്തിൽ അത് പൊട്ടിത്തെറിച്ചു പോകും. വിസിൽ വരാൻ പറ്റൂല ഇങ്ങനെ അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു വിസിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ റംസാനൊക്കെ ആണല്ലോ, നമുക്ക് എന്ത് പാചകം ഉണ്ടാക്കുമ്പോഴും ഉള്ളി വേണമല്ലോ. ഇറച്ചിക്കറിയിലേക്കും സമൂസയിലേക്കും അതേപോലെ എരിവിൻ്റെ എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും നമുക്ക് വലിയ ഉള്ളി വേണമല്ലോ. അപ്പോൾ നമ്മൾ വലിയ ഉള്ളിയൊക്കെ ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ വലിയ ഉള്ളി വെക്കുമ്പോൾ എന്തായാലും പരത്തി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നനവ് ഉണ്ടാവാൻ പാടില്ല. നനവ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എയർ കടക്കുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. ഉള്ളിൻ്റെ ഈ ഇടയിലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഈർപ്പമൊക്കെ ഇത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ഉള്ളിയിൽ ഈർപ്പം ഉണ്ടാവില്ല, ഉള്ളി കേടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ആ ഒരു ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ മുള പൊട്ടിപ്പോവും. അപ്പോൾ മുള പൊട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാൻ നമ്മൾ വ്യത്യാസവും ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനും പാടില്ല. അതുമാത്രമല്ല ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലികൾ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഉരുളക്കിഴങ്ങ് വന്നു പോവില്ല, മുള പൊട്ടിപ്പോവില്ല. അപ്പോൾ എന്തായാലും ഇതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ ചായപാത്രം ആട്ടോ എടുത്തിട്ടുള്ളത്, ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ പാചകം ചെയ്യുന്നവരാണെങ്കിലും ഇതേപോലെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കളർ വ്യത്യാസം വരുമല്ലോ ഈ ഒരു അടിവശത്ത്, ഫ്ലെയിം കത്തുന്ന ഈ ഒരു ഭാഗത്ത് എന്തായാലും കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ലെമണാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റംസാനൊക്കെ ആയത് ലെമണൊക്കെ കൂടുതൽ വാങ്ങിച്ച് വെക്കുമ്പോൾ വാടിയ ലെമണൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് പൊടിയുപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെമൺ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ. ഈ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇതിൽ ആക്കി കൊടുത്തത് കൊണ്ടിട്ട് തന്നെ എന്തൊരു കറയും നമുക്ക് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കരി പിടിച്ച കറയും അതേപോലെ ചായക്കറയും തുരുമ്പ് കറ വരെ നമുക്ക് പോയി കിട്ടും കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റീൽ പാത്രം ആയാലും അതേപോലെ തന്നെ അലുമിനിയം പാത്രം ആയാലും എല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം. നല്ല ഓവർ സ്ട്രെസ്സായിട്ടൊന്നും നമ്മൾ ഉരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെല്ലെ ഉരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് അതിലുള്ള എല്ലാ കറയും നമുക്ക് വേഗത്തിൽ പോയി കിട്ടാനായിട്ട് പറ്റും. ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കറിയും നമുക്ക് പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. കുക്കറായാലും അതേപോലെ തന്നെ ഈ ഒരു ചായപാത്രം ആയാലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ പല്ലും നമ്മുടെ നഖവും എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി കേട്ടോ. ചെറുനാരങ്ങൻ്റെ ജ്യൂസും അതേപോലെ അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പല്ല് തേച്ച് നോക്കൂ. നല്ലോണം നമുക്ക് പല്ലിന് നല്ല വെണ്മ കിട്ടാനായിട്ട് പറ്റും. പല്ലിലുണ്ടാവുന്ന മഞ്ഞക്കറയെല്ലാം പോയി കിട്ടാനും പറ്റും. പല്ല് നല്ല വെട്ടിത്തിളങ്ങാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നഖവും
നല്ല രീതിയിൽ തന്നെ ആ ഒരു നഖത്തിൻ്റെ ഇടയിലുള്ള ചെളിയും അതേപോലെ തന്നെ കറയും എല്ലാം പോയി കിട്ടും. ഈ ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും ഉപ്പും കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു നഖത്തിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് ഉരച്ചെടുക്കാം. വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ പല്ലും നമ്മുടെ നഖവും എല്ലാം നമുക്ക് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും അതേപോലെ പൊടിയുപ്പും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. പാത്രങ്ങൾക്കും വെണ്മ, പല്ലിനും വെണ്മ, നഖത്തിനും വെണ്മ, എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ വെണ്മ കിട്ടാനായിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞുകളെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.